ഏവർക്കും ഹൃദയം നിറഞ്ഞ പ്രണാമം. ബ്രഹ്മവിദ്യ അഭ്യസിക്കുന്നതിന് ഉള്ള യോഗ്യത, അതാണല്ലോ ബ്രഹ്മവിദ്യാ പഞ്ചകത്തിലെ ആദ്യത്തെ ശ്ലോകത്തിൻ്റെ ചർച്ചാ വിഷയമായിട്ട് വരുന്നത്. യോഗ്യനായ വ്യക്തിയായിരിക്കണം പഠിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും. രണ്ടുപേർക്കും യോഗ്യത വേണം. സ്കൂളിൽ ചേരാൻ പോകുന്ന കുട്ടിക്ക് യോഗ്യത ആവശ്യമായിരിക്കുന്നത് പോലെ തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്ന വ്യക്തിക്കും യോഗ്യത ആവശ്യമുണ്ട്. യോഗ്യതയുള്ളയാളെ കോളേജിലോ സ്കൂളിലോ ഒക്കെ അധ്യാപകനായി നിയമിക്കുകയുള്ളൂ. ഇവിടെ ബ്രഹ്മവിദ്യ പഠിക്കുവാനുള്ള യോഗ്യത 4 കാര്യങ്ങൾ വേണമെന്നാണ് ശാസ്ത്രത്തിന്റെ അഭിപ്രായം. നിത്യാനിത്യ വസ്തുവിവേകം, ഇഹാമുത്ര ഫലഭോഗ വിരാഗം, ശമാധി ഷഡ്കസമ്പത്ത്, മുമുക്ഷുത്വം. ഈ 4 കാര്യങ്ങളാണ് ബ്രഹ്മവിദ്യയുടെ യോഗ്യതയായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. ഇതിന് സാധനാ ചതുഷ്ടയം എന്നാ പറയുന്നത്. സാധനയ്ക്ക് ആവശ്യമായിരിക്കുന്ന 4 കാര്യങ്ങൾ, ചതുഷ്ടയം 4. സാധനയ്ക്ക് വേണ്ട 4 കാര്യങ്ങൾ, സാധനാ ചതുഷ്ടയം. ആ 4 കാര്യങ്ങൾ ഒന്നുകൂടെ നോക്കാം. നിത്യാനിത്യ വസ്തുവിവേകം, ഇഹാമുത്ര ഫലഭോഗ വിരാഗം, ശമാധി ഷഡ്ക സമ്പത്ത്, മുമുക്ഷുത്വം. ഈ 4 കാര്യങ്ങളുള്ള ആൾക്ക് ബ്രഹ്മവിദ്യ അഭ്യസിക്കാനുള്ള യോഗ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത് കുറവാണെങ്കിൽ അയാള് ഈ വിദ്യ പഠിക്കുവാൻ, ബ്രഹ്മവിദ്യ അഭ്യസിക്കുവാൻ അയോഗ്യനാണെന്നാണ്. അപ്പൊ ഈ വിദ്യ ഒക്കെ മനസ്സിലാക്കണമെങ്കിൽ അല്പസംസ്കാരവും അല്പം മാനസികമായ വിശുദ്ധിയും സർവോപരി ഈശ്വര കാരുണ്യവും ഗുരുകാരുണ്യവും അത്യന്താപേക്ഷിതമാണ്. എന്നാലേ അതിൻ്റെ സത്തയിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും അത് നമ്മളുടേതാക്കി തീർക്കുവാനും സാധിക്കുകയുള്ളൂ. വേണേൽ നമുക്ക് അകത്തേക്ക് ഇടാം. ഇപ്പം ഇഡ്ഡലി എടുത്ത് വയറിൽ നിക്ഷേപിക്കാം. പക്ഷേ അത് ദഹിപ്പിക്കാനുള്ള ശക്തി വയറിനില്ലെങ്കിൽ ഇട്ടുകൊടുത്ത ഭക്ഷണം ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. അതുപോലെ വേണം ബ്രഹ്മവിദ്യാ പഞ്ചകമൊക്കെ ചൊല്ലാം. അതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും വായിച്ച് അറിഞ്ഞ് എന്ന് വിചാരിച്ചുകൊണ്ട് അതിനെ പഠിപ്പിച്ചു കൊടുക്കാം. എനിക്കിതൊക്കെ നല്ല വശമാണ് എന്ന് പറഞ്ഞ് ഗമയിൽ മേനി നടിച്ച് നടക്കാം, ഇതൊക്കെ ചെയ്യാം. പക്ഷേ ബ്രഹ്മവിദ്യ ദഹിക്കണമെന്നില്ല. അതിന് ചില യോഗ്യതകൾ കൂടിയേ പറ്റൂ. ഇത് ഗുരുക്കന്മാരുടെ ഖണ്ഡിതമായ അഭിപ്രായമാണ്. ശാസ്ത്രത്തിന്റെ, വേദത്തിന്റെ അഭിപ്രായമാണ് ഇതിന് യോഗ്യത വേണമെന്നുള്ള. അയോഗ്യനായ ഒരുവൻ ഇത് കൊടുക്കരുതെന്ന് തന്നെ പണ്ട് ഒക്കെ ചില നിയമങ്ങളുണ്ടായിരുന്നു. ചില ഇത്തരം യോഗ്യതകൾ ഇല്ലാത്തവൻ ഇത് കൊടുത്താലോ, അവന് കൊടുത്താൽ ഗുണത്തേക്കാളേറെ വളരെയധികം ദോഷം സംഭവിക്കും. അത് നിത്യവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇതിനെ ദൂഷിപ്പിക്കും ഈ വിദ്യയെ. അത് ഞാനെന്ന ഭാവത്തിലേക്കും അമ്പട ഞാൻ എന്നുള്ള ഭാവങ്ങളിലേക്കും ഒക്കെ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പം അവര് ജീവിതത്തിൽ പതിക്കുന്നതും കാണാം. അധ്യാത്മ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു വിശുദ്ധീകരണം അത്യന്താപേക്ഷിതമാണ്. വിശുദ്ധീകരണം 2 രീതിയിൽ വരാം. ഒന്ന് പൈതൃകമായിട്ട് ലഭിക്കാം.
മാതാപിതാക്കളിൽ നിന്ന് അവർ സംസ്കാര സമ്പന്നരാണെങ്കിൽ അവർ പറഞ്ഞത് നമുക്ക് മനസ്സിലാവാനുള്ള ഒരു സാധ്യതയുണ്ട്. എല്ലാവർക്കും അങ്ങനെ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് അത്ര മസ്റ്റായിട്ടുള്ള കാര്യവുമല്ല. അല്ലാതെ ഉണ്ടാവാം. എങ്ങനെ? സത്സംഗങ്ങളിൽ കൂടി, നല്ല ആളുകളോടുള്ള ചർച്ചയിൽ കൂടി, മഹാപുരുഷന്മാരോടുള്ള അടുപ്പത്തിൽ നിന്ന് അതുണ്ടാവാം. നല്ല ആളുകൾ അതെപ്പോഴും ഉണ്ടാവും, എണ്ണത്തിൽ കുറവാണെങ്കിലും. അങ്ങനെ യഥാർത്ഥത്തിലുള്ള നല്ല ആളുകളെ മനസ്സിലാക്കി കണ്ടറിഞ്ഞ് തിരിച്ചറിഞ്ഞ് അവരുടെ അടുത്ത് ചെന്ന് അവരെ പല തരത്തില് സംശയങ്ങളൊക്കെ അവരോട് ചോദിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ടാൽ, അവർക്ക് മനസ്സ് തുറന്നാൽ നമുക്ക് ബ്രഹ്മവിദ്യ കിട്ടാം. അത് ഈ പറഞ്ഞാൽ നമ്മുടെ സംസ്കാരമൊക്കെ ഒന്ന് വളർത്തിയെടുക്കേണ്ടതുണ്ട്. അങ്ങനെ നമുക്ക് സ്വാഭാവികമായ പൈതൃകമായി ലഭിച്ച ഇത്തരം വാസനകളില്ലെങ്കിൽ, സംസ്കാരമില്ലെങ്കിൽ, സജ്ജന സംഗമത്തിൽ കൂടി, നല്ല ആളുകളോടുള്ള ചേർച്ചയിൽ കൂടി ഈ സംസ്കാരം ഉണ്ടായി വരാം. ഗുരുദേവന്റെ അടുത്തെത്തിയ ആളുകളില് ഏറെ ആളുകൾക്കും ഇത്തരം സംസ്കാരം പൈതൃകമായിട്ട് കിട്ടിയവരായിരുന്നില്ല. ഏറെ ആളുകളും സാധാരണ സംസ്കാരങ്ങളിൽ നിന്ന് വന്നവരായിരുന്നു. കുറച്ചാളുകൾ ഗുരുവിന്റെ അടുത്തേക്ക് വന്ന അവര് സംസ്കാര സമ്പന്നരുമായിരുന്നു. അത് ഒരുപിടി ആളുകൾ മാത്രം. അപ്പൊ അവരെ ആത്മവിദ്യ പകർന്നു കൊടുക്കുക, അല്ലെങ്കിൽ ഈ തരത്തില് ഉന്നതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഗുരുവിന് വളരെ എളുപ്പമായിരുന്നു. അജ് സംസ്കാരത്തിന്റെ സ്പർശം പോലും തീണ്ടാത്ത ആളുകളെയും ഗുരു പരിഗണിച്ചിരുന്നു. അതാണല്ലോ ഗുരുവിന്റെ പതിത കാരുണികത്വം എന്ന് പറയുന്നത്. അവരെ വേണ്ടതുപോലെ ഗുരു സ്വീകരിച്ച് തന്നോട് ചേർത്ത് നിർത്തി അവർക്ക് വേണ്ടതൊക്കെ കൊടുക്കാൻ ശ്രമിച്ചു. പക്ഷെ അത് ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. കൂട്ടത്തിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞാൽ പോലും പിന്നീട് അവരുടെ വാസനകൾ ഒളിഞ്ഞും തെളിഞ്ഞും വരുന്നതായിട്ട് നമുക്ക് ഗുരുദേവന്റെ ജീവിതകഥ പഠിക്കുമ്പോൾ കാണാം. താൻ എടുത്തു വളർത്തി എല്ലാം ആക്കി തീർത്ത ആളുകൾ പോലും അവസാനം ഗുരുവിനെ തള്ളി പറഞ്ഞതായിട്ടും കാണുന്നുണ്ട്. അവിടെയൊക്കെ ഗുരുവിന്റെ മനസ്സൊരല്പം വിഷമിച്ച് കാണണം. അതുകൊണ്ടാണ് ചില പ്രസ്ഥാനങ്ങളോട് നന്ദി പറഞ്ഞ് പോവേണ്ടി വന്നതും, കേരളത്തിൽ നിന്ന് തന്നെ ഗുരുവിനെ അവസാനം തമിഴ്നാട്ടിലേക്കും ശ്രീലങ്കയിലേക്കും ഒക്കെ പോകണമെന്ന് തോന്നാൻ കാരണം അതാ. എന്താണെന്ന് വെച്ചാൽ താൻ വാരിക്കോരി കൊടുത്തിട്ടും അതൊന്നും ഉൾക്കൊള്ളാനുള്ള ശേഷിയുള്ളവരായിരുന്നില്ലല്ലോ തൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് എന്ന് ഗുരു ഒരു തരത്തില് ആത്മകഥം പോലെ അല്പം ദുഃഖം കലർന്ന് പറയുന്നുണ്ട്. ദുഃഖം ബാധിക്കാത്ത ഗുരുവാണ്. അത് മറ്റൊരു സൈഡിൽ നിൽക്കുമ്പോഴും വ്യാവഹാരിക രീതിയാ നോക്കുമ്പോൾ ഈ പറഞ്ഞ സംസ്കാരശൂന്യന്മാരുടെ ചില പ്രവർത്തനങ്ങൾ ഗുരുദേവന്റെ പ്രതീക്ഷയെ കെടുത്തിയിരിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഈ അധ്യാത്മ സംസ്കാരം എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കണമെന്നുള്ള വലിയ കാഴ്ചപ്പാടോടുകൂടി, വലിയ ഒരു ദർശനത്തോടുകൂടിയാണ് ഗുരു അരുവിപ്പുറത്ത് നിന്ന് തന്റെ ലോകോദ്ധാരണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത്. അതിനുവേണ്ടിയുള്ള ആളുകളെ തിരഞ്ഞെടുക്കുന്നത്. കുറെ ആളുകളെ ഗുരുദേവ സന്നിധിയിലേക്ക് ഒഴുകിയെത്തുകയും ചെയ്തു. ഗുരു അവരെയൊക്കെ ആവുന്നതുപോലെ, അല്ലെ അവരുടെ നിലവാരം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവരെ ഉയർത്തിക്കൊണ്ട് വരാൻ പറ്റുന്നിടത്തോളം ഉയർത്തിക്കൊണ്ടുവന്നു. നല്ല കുറെ സത്തുക്കൾ ഗുരു സൗധത്തിലേക്ക് വന്നു. ആത്മാനന്ദ സ്വാമികള്, ബോധാനന്ദ സ്വാമികള്, നിശ്ചലദാസ് സ്വാമികള്, ശിവലിംഗദാസ് സ്വാമികള്, ധർമ്മതീർത്ഥ സ്വാമികള് തുടങ്ങി ഒരുപിടി ആളുകള് ഗുരുദേവനിലേക്ക് വന്നു ചേർന്നത് ഈ സംസ്കാര സമ്പന്നതയോടുകൂടി തന്നെയായിരുന്നു. അവരൊക്കെ ആ സംസ്കാരത്തിന്റെ മാന്യത കാണിക്കുകയും ചെയ്തു. അപ്പൊ ഈ തരത്തില് സംസ്കാര സമ്പന്നമായ ഒരു
സമൂഹത്തെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിച്ച ഗുരു എല്ലാവരെയും ബ്രഹ്മവിദ്യയിലേക്ക് അടുപ്പിക്കുവാൻ ശ്രമിക്കുന്നു. നമുക്കും അടുക്കാൻ ശ്രമിക്കാം. ഈ വിഷയം അല്പം കാഠിന്യമുള്ളതാണ് എന്ന് തോന്നാം. ഇത്തിരി സാങ്കേതിക പദങ്ങളൊക്കെ വരുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ടൊരല്പം ഗൗരവത്തോടു കൂടി ഇതിനെ കാണുക. വിരസമെന്ന് തോന്നുന്നുവെങ്കിൽ അറിയിച്ചാൽ ഈ വിഷയം മാറ്റി വേറെ വിഷയം കൈകാര്യം ചെയ്യാം. തീർത്തും വിരസമാവാതെ പറയാനാണ് ശ്രമിക്കുന്നത്. എന്നാലും ആ വിഷയത്തിൻ്റെ ഒരു സ്വഭാവം വരുമല്ലോ അതിൽ. അപ്പം അതുകൊണ്ട് ദയവായി എല്ലാവരും ഇതിനോട് സഹകരിക്കുക. തീരെ പറ്റുന്നില്ലെങ്കിൽ അറിയിക്കുക. നമുക്ക് കുറച്ചും കൂടെ ലളിതമായ വിഷയം ചർച്ചയ്ക്ക് സ്വീകരിക്കാം. ഒരമ്മ ആവശ്യപ്പെട്ട കാര്യം പറഞ്ഞിരുന്നില്ല. അമ്മയുടെ ഒരാവശ്യമാണ് ബ്രഹ്മവിദ്യാപഞ്ചകം പഠിക്കുക എന്നുള്ളത്. ചിലപ്പോൾ ആ അമ്മ തന്നെ ഇത് വിരസമാണെന്ന് പറഞ്ഞ് വിളിച്ചാൽ അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു കൊള്ളാം. നന്ദി.